അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണത്തിന്റെ കാര്യത്തില് ബുദ്ധിമുട്ടുന്നവരും, ഇനി കൊടുത്താൽ തീരാത്തത്ര കടം കൊണ്ട് വിഷമിക്കുന്നവരും, അതിനി എത്ര എത്ര വലിയ കോടിക്കണക്കിന് കടമായാലും ഞാൻ ഈ പറയുന്നത് പോലെ ഒന്ന് ചെയ്തു നോക്കുക. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഒരുപാട് പേർക്ക് അതിന് ഉത്തരം ലഭിച്ചിട്ടുള്ള ഒരു മാർഗമാണിത്. അതുകൊണ്ട് ഇങ്ങനെ കടം കൊണ്ട് വിഷമിക്കുന്നവരും ലോണിൽ അകപ്പെട്ടിരിക്കുന്നവരും ഞാൻ ഈ പറയുന്ന ഇതൊന്ന് ചെയ്തു നോക്കുക. നമ്മൾ ഈ കാര്യം ചെയ്യുന്നതിന് മുന്നേ അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരണമെന്ന് പറഞ്ഞ് നമ്മൾ മാപ്പ് ചോദിക്കണം. നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിനെല്ലാം നമ്മൾ പാപമോചനം അള്ളാഹു സുബ്ഹാനഹു തആലയോട് ആദ്യം തന്നെ ചോദിക്കണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമ്മുടെ ദുആ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആഗ്രഹം എന്താണോ അത് അള്ളാഹു തആലയോട് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് അന്നേരം പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സൂറത്താണിത്. അലം നശ്റഹ് സൂറത്ത്. ഈ സൂറത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായും പ്രയാസത്തിന്റെ കൂടെ തന്നെ ഒരു എളുപ്പവും ഉണ്ട് എന്ന്. നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര കഠിനമായ എത്ര വലിയ പ്രയാസങ്ങളായിക്കോട്ടെ, അതെല്ലാം ഒരു നാൾ മാറി മറയും എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടിയുള്ള സുഖമായിട്ടുള്ള ജീവിതം നമ്മളെ എല്ലാവരെയും തേടി വരും. പണം കൊണ്ട് വിഷമിക്കുന്നവരും കടത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നവരും ഫർള് നമസ്കാരങ്ങളൊന്നും മുടക്കാതെ ഇരിക്കുക. പരമാവധി നമസ്കാരങ്ങളൊന്നും കള ആക്കാതെ ഇരിക്കുക. ഇങ്ങനെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും എല്ലാവരും ഇപ്പം ചില ആൾക്കാർ പറയും, ഞാൻ ചില കമന്റുകൾ കാണാറുണ്ട്, ഞാനിത് ഓതാറുണ്ട്, പക്ഷെ എനിക്ക് എന്താ ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതിൻ്റെ ഉള്ള കാരണം ആത്മാർത്ഥതയില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ നമസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊന്നും അള്ളാഹുവിനോട് ഏറ്റു പറയുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലാതിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അള്ളാഹു താല അവർക്ക് മുന്നിൽ കണ്ണ് തുറക്കാത്തത്. ഇത് ചെല്ലേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫർദ് നമസ്കാരം, ഏതെങ്കിലും ഫർദ് നമസ്കാരം നിങ്ങൾക്ക് ഉത്തമം എന്ന് തോന്നുന്നത് എന്ന് വെച്ചാൽ ആ ഒരു നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ 40 വട്ടവും അലം നശ്റഹ് സൂറത്ത് ഓതി തീർക്കണം. ഇപ്പം മഗ്‌രിബിന് ശേഷമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇശാഇന് ശേഷമാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം 40 വട്ടം അലം നശ്റഹ് സൂറത്ത് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതി തീർക്കണം. എന്നിട്ട് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അള്ളാഹുവിനോട് പിടിച്ച് ചോദിക്കുക, എനിക്കത് തരണം, പിടിച്ച് വാങ്ങിക്കണം നിങ്ങളുടെ ആഗ്രഹം. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നമുക്ക് കടങ്ങൾ വീടാനുള്ള മാർഗം അള്ളാഹു താല നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുന്നവർക്ക് ഒരിക്കലും സങ്കടവും ഒരു ദോഷകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും മനസമാധാനം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. സങ്കടങ്ങളും ഒന്നും ഉണ്ടാവുകയുമില്ല. അവന്റെ ഭക്ഷണം വിശാലമാക്കപ്പെടും, അവന്റെ ഹൃദയം വിശാലമാക്കപ്പെടും. അങ്ങനെ നിരവധി ഗുണങ്ങളുള്ള ഒരു സൂറത്താണിത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.